ഇനി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമപ്രശ്നങ്ങളെക്കുറിച്ചുള്ള സെഗ്മെന്റാണ് സ്ത്രീ ശക്തി. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥ ശ്രീമതി ബേബി അമ്മ അവതരിപ്പിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഭാഗമായി ആ അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വനിതാ സെല്ലുകളും വനിതാ കമ്മീഷനും എല്ലാം പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ രണ്ടിൻ്റെയും ഉദ്ദേശ ലക്ഷ്യം ഒന്നാണെങ്കിലും പ്രവർത്തനങ്ങൾ രണ്ട് തരത്തിലാണ് നടക്കുന്നത്. വനിതാ സെല്ല് പരാതികൾ നേരിട്ട് സ്വീകരിക്കുകയും ആ പരാതികൾ സ്ഥലത്ത് പോയി അന്വേഷിച്ച് കൗൺസിലിങ്ങിലൂടെയും മറ്റും ഒത്തുതീർപ്പാക്കി ആക്കുകയും അതല്ല നിയമ നടപടികൾ സ്വീകരിക്കേണ്ട ആവശ്യം ഉണ്ടായാൽ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനം അവർ പരാതി സ്വീകരിക്കുകയും ആ പരാതികളെപ്പറ്റി അന്വേഷിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ചുമതല. കൂടാതെ അവരും വനിതാ സെല്ലുകളും വനിതാ കമ്മീഷൻ പരാതികൾ സ്വീകരിക്കുകയും അതിൻ്റെ തുടർ നടപടികൾ ഒത്തുതീർപ്പിലൂടെയും ഫോളോ അപ്പ് ആക്ഷനിലൂടെയും മറ്റും അവരും ഇപ്പോൾ തീർക്കാറുണ്ട്. പ്രധാനമായും വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ശാക്തീകരിച്ച് അവരെ സമീപത്തിൻ്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഉള്ളതാണ് രണ്ടിൻ്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ. വനിതാ സെല്ലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നിലവിലുള്ള പോലീസ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ നിയമ സംരക്ഷണങ്ങളും മറ്റും സ്ത്രീകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് വനിതാ സെല്ല് പ്രവർത്തിക്കുന്നത്. ആ വനിതാ സെല്ലുകൾ തന്നെ സ്റ്റേറ്റിൽ 17 പോലീസ് ജില്ലകളിലായിട്ട് 17 വനിതാ സെല്ലുകളും ഒരു സ്റ്റേറ്റ് വിമൻ സെല്ലും പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റേറ്റ് വിമൻ സെല്ലിൻ്റെ ചുമതല സൂപ്രണ്ട് ഓഫ് പോലീസിനാണ്. വനിതാ സെല്ലുകളുടെ അതാത് ജില്ലാ സെല്ലുകളുടെ ചുമതല അതാത് വനിതാ സർക്കിൾ ഇൻസ്പെക്ടർമാർക്കും അതിൻ്റെ മേൽനോട്ടം അതുമായി ബന്ധപ്പെട്ട ഡിറ്റാച്ച്മെൻറ്റ് DSPമാർക്കും അതിൻ്റെ വനിതാ സെല്ലിൻ്റെ നിയന്ത്രണം അതാത് ജില്ലാ SP മാർക്കും CP മാർക്കുമാണ്. പരാതികളെല്ലാം നേരിട്ട് വനിതാ സെല്ലിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. വനിതാ സെല്ലിൽ സ്വീകരിച്ചിട്ട് നേരിട്ട് സ്ഥലത്ത് പോകുകയും ഇപ്പോൾ മറ്റ് കുറ്റകൃത്യങ്ങൾ ഒരുപാട് നടക്കുന്നതിനാൽ കോടതികളിൽ ഒരുപാട് നിയമ സംരക്ഷണങ്ങളും നിയമസഹായങ്ങളെല്ലാം ഉണ്ടെങ്കിലും അത് കാലതാമസം കൊണ്ടും മറ്റ് പല പരിമിതികൾ കൊണ്ടും ആ സ്ത്രീകൾക്ക് നേരിട്ട് പോകുന്നതിന് ഒന്നും സാധിക്കുന്നില്ല. കൂടാതെ പോലീസ് സ്റ്റേഷനിലായാലും ഇതേപോലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വന്ന് തുറന്നു പറയുന്നതിന് സാധിക്കുന്നില്ല. സ്ത്രീകളോടാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറയാൻ സാധിക്കും. ആ പരാതികൾ കേൾക്കുകയും നേരിട്ട് സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ച് ഇരുകക്ഷികളെയും വിളിച്ചു വരുത്തി അവർക്ക് കോടതിയിൽ പോകാതെ തന്നെ പല ബന്ധങ്ങളും കോടതിയിൽ പോയാൽ പലപ്പോഴും പിരിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. നല്ല അറിവില്ലായ്മ കൊണ്ടും മറ്റും ഒരുപാട് ബന്ധങ്ങൾ പിരിഞ്ഞു പോകുന്നുണ്ട്. ചിലപ്പോൾ വല്ല നിസ്സാര കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവിടെ നല്ല കൗൺസിലിങ്ങിലൂടെയും ഫോളോ അപ്പ് ആക്ഷനിലൂടെയും മറ്റും അവരുടെ കുടുംബ ബന്ധങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കുകയും മറ്റ് കൗൺസിലിങ്ങുകളും മറ്റ് നിയമബോധവൽക്കരണങ്ങൾ അദാലത്തുകൾ എല്ലാം തന്നെ നടത്തി ഒരുപാട് സംരക്ഷണം സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. അതേസമയം കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് സമയബന്ധിതമായിട്ട് അത് തീരുന്നില്ല. അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, സാമ്പത്തിക പരാധീനതകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് വനിതാ സെല്ലുകളുടെ പ്രവർത്തനം നന്നായിട്ട് ഒരുപാട് കുടുംബ ബന്ധങ്ങൾ നന്നായി പോകുന്നതിന് ഒട്ടേറെ സഹായിക്കുന്നുണ്ട്. കൂടാതെ 2009 മുതൽ എല്ലാ വനിതാ സെല്ലുകളോടും ഒപ്പം ചേർന്ന് വനിതാ സെൽ ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് 24 മണിക്കൂറും സമൂഹത്തിന് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമ സംരക്ഷണം ആശ്രയിക്കാവുന്ന ഒരു പോലീസ് സംവിധാനമാണ് വനിതാ ഹെൽപ്പ് ലൈനിൻ്റെ പ്രവർത്തനങ്ങൾ. അതും പരാതികൾ സ്വീകരിക്കുകയും അത് അന്വേഷിക്കുകയും ഫോണിൽ കൂടെയുള്ള ഹരാസ്മെൻറ്റുകൾ അവർക്ക് രാത്രികാലങ്ങളിൽ വല്ല ബസ് സ്റ്റോപ്പുകളിലോ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ ബസ് സ്റ്റാൻഡുകളിലും മറ്റും അവർക്ക് താമസ സൗകര്യം ഇല്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഏതൊരു അടിയന്തര ഘട്ടങ്ങളിലും സ്ത്രീകൾക്ക് ആശ്രയിക്കാവുന്ന ഒരു പോലീസ് സംവിധാനം എളുപ്പത്തിൽ അപ്പോൾ തന്നെ ഫോൺ വരികയും സെല്ലുകളിലുള്ള ഒരു SIയുടെ കീഴിലാണത് നടത്തുന്നത്. SIയും CIക്കാണ് അതിൻ്റെ മേൽനോട്ടം. സംഭവ സ്ഥലത്തെത്തുകയും അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. കൗൺസിലിംഗ് അല്ല ഫാമിലി പ്രശ്നങ്ങളാണെങ്കിൽ ഭർത്താവ് മദ്യപിച്ചിട്ട് മറ്റു ബഹളം ഉണ്ടാക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഏത് കുടുംബ പ്രശ്നങ്ങളും ഏത് അടിയന്തര ഘട്ടങ്ങളിലും ഇങ്ങനെ ഹെൽപ്പ് ലൈനിൽ വിളിച്ചറിയിക്കാവുന്നതും സ്ഥലത്ത് പോയി ആ പരാതികൾ അതിന് വേണ്ടുന്ന രീതിയിൽ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് തന്നെ ഒത്തുതീർപ്പാക്കുന്നുണ്ട്. കൂടാതെ ഫോണിലൂടെയുള്ള സ്ത്രീകൾക്ക് ഫോണിൽ കൂടിയുള്ള ഹരാസ്മെൻറ്റ് ഒട്ടേറെ നടക്കുന്നുണ്ട്. സ്ത്രീകളുടെ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നത്, പിന്നെ കൂടാതെ ബസ് സ്റ്റോപ്പുകളിലും മറ്റും പോയി പിന്നെ ഈ
ആൺകുട്ടികളുടെ പ്രിവെൻഷൻ ഓഫ് ഇ വി ടീസിങ്, അവരുടെ ഉള്ള ഹരാസ്മെൻറ്റ് തടയുന്നതിനുള്ള നടപടികൾ, അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇപ്പം ഹെൽപ്പ് ലൈനുകളുടെയും വനിതാ സെല്ലുകളുടെയും സമൂഹത്തിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ പരാതിപ്പെട്ടികൾ കോളേജുകളിലും കോളേജിൻ്റെ നടകളിലും മെയിൻ സ്ഥലങ്ങളിലെല്ലാം തന്നെ പരാതിപ്പെട്ടികൾ വെച്ചിട്ടുണ്ട്. അതും വനിതാ ഹെൽപ്പ് ലൈൻ എന്ന് വെച്ചിട്ടുള്ള പരാതിപ്പെട്ടികളിൽ പലപ്പോഴും അതിനെ പറ്റിയുള്ള അറിവില്ലാത്തത് കാരണം അവർ വേറെ സഹായം എന്നുള്ള പൈസയൊക്കെയാണ് നിക്ഷേപിച്ചിട്ട് പോകുന്നത്. ശരിക്കും എന്ത് പരാതികളുണ്ടെങ്കിലും ഇന്നത്തെ ഈ ശാസ്ത്ര സാങ്കേതിക വളർച്ചയിലൂടെ പെൺകുട്ടികൾ നേരിടുന്ന പല തരം പ്രശ്നങ്ങളും അവരെ അബ്യൂസ് ചെയ്യുകയും പലതരത്തിലുള്ള ഹരാസ്മെൻറ്റുകളും അവരെ വഴിതെറ്റിക്കുന്നതിലേക്കെല്ലാം ഒരു വളരെയേറെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതിനെല്ലാം തന്നെ നല്ല ഒരു പ്രവർത്തനങ്ങളാണ് സെല്ലുകളും ഹെൽപ്പ് ലൈനും ആരംഭിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ പലപ്പോഴും തന്നെ ഒരു സ്ത്രീയോ ഒരു കുട്ടിയോ ആരെങ്കിലും തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും എനിക്കതിനെപ്പറ്റി പറയാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. പലപ്പോഴും ഒരു കുട്ടിയൊക്കെ തന്നെ റേപ്പ് ചെയ്തൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, വിചാരം ഇതൊരു സാധാരണ സംഭവമാണെന്നാണ്. എനിക്ക് തന്നെ ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഒടുവിൽ ഞാൻ തന്നെ പോലീസിൽ നിന്ന് വിട്ടുമാറി അവരോടൊപ്പം ഒരു അമ്മ, ഒരു മുത്തശ്ശി എന്നൊക്കെയുള്ള രീതിയിൽ അവരോടൊപ്പം നിന്ന് പല ഉപദേശങ്ങളും നിയമ നടപടികൾക്കായി ഞാൻ മാറി നിന്ന് ചെയ്തു കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട്.